ലോകകപ്പിൽ വിശ്വ കിരീടം സ്പെയിൻ നേടുമ്പോൾ നിരാശയിൽ അർജന്റീന ആരാധകരാണ്. അത് കപ്പ് കിട്ടിയില്ല അല്ലെങ്കിൽ കിരീടം നിലനിർത്താനായില്ല എന്നുള്ള ഒരു വികാരം മാത്രമല്ല, പക്ഷെ മറിച്ച് ഒരു മികച്ച ഒരു കളി അത് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല അർജന്റീനയ്ക്ക് എന്നുള്ളത് ഈ കളി കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണ്. കാരണം അവസാന നിമിഷത്തിലെ ഒരു 10 മിനിറ്റ്, ആ 10 മിനിറ്റ് മാത്രമായിരിക്കാം ഒരു പക്ഷേ അത് സ്പെയിനിൻ്റെ ഗോൾ മുഖത്തേക്ക് ഒരു ഒന്നോ രണ്ടോ ഷോട്ടുകൾ പോകുന്ന ഒരു കാഴ്ച കണ്ടത്. മറ്റെല്ലാം തന്നെ ഒരു നിരാശയായിരുന്നു, അല്ലെങ്കിൽ അർജന്റീനയുടെ കളിയുടെ ഒരു നിഴൽ മാത്രമായിരുന്നു ഇന്ന് കണ്ടത് എന്നുള്ളതാണ്. കൃത്യമായ പാസോട് കൂടിയായിരുന്നു സ്പെയിനിൻ്റെ കളി. അതുകൊണ്ട് തന്നെ സ്പെയിൻ ആ കപ്പ് നേടണം എന്നുള്ളത് ഒരു ആദ്യ പകുതിക്ക് ശേഷം തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു ആളുകൾ എന്നുള്ളത് കൂടിയാണ് മനസ്സിലാവുന്നത്. ഞാനിതാ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഭാഗത്താണ്. ഇവിടെ കൂടുതലായിട്ടും അർജന്റീനൻ ആരാധകരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും തന്നെ കളി കഴിഞ്ഞതോടുകൂടി തന്നെ നേരെ പോവുകയായിരുന്നു. ഇപ്പൊ ഇതാ കുറേ ആളുകളുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കളിയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടോ? ഇവിടെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല? കണ്ടു. സ്പെയിൻ ഡിസേർവ് ജയിക്കാൻ. സ്പെയിൻ ജയിച്ചു. ഐ എം ഹാപ്പി. എല്ലാവരും ഹാപ്പി. അർജന്റീന ഈ വേൾഡ് കപ്പ് റിഗ്ഡായിരുന്നു പ്രോപ്പർലി. സ്പെയിൻ ജയിച്ച് ഞങ്ങളെല്ലാവരും ഹാപ്പി. അർജന്റീന ഫാൻസിന് ഇഷ്ടപ്പെടില്ല, എന്നാലും ഉള്ളതുള്ളവരെ പറയാം. താങ്ക് യു. അല്ല, സ്പെയിൻ തന്നെ ആയിരുന്നു. ഏതായിരുന്നു യഥാർത്ഥ ടീം? ഓഫ് കോഴ്സ് സ്പെയിൻ കളി മൊത്തം ഡോമിനേറ്റ് ചെയ്തു. അർജന്റീന വാസ് നോട്ട് ഈവൻ ഇൻ ദ പിക്ചർ. സോ സ്പെയിൻ ഡിസേർവ് ചെയ്തു. താങ്ക് യു. അപ്പോൾ ഇതാണ് ഓരോ ആളുകളുടെയും മറുപടി ഉള്ളത്. അർജന്റീനൻ ആരാധകർ ഇനി അടുത്ത ലോകകപ്പിൽ കാണാമെന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത്, ഒരു പക്ഷേ ഇനി അടുത്ത ലോകകപ്പിൽ ലയോണൽ മെസ്സി കളിക്കുമോ എന്നുള്ളത് ഒരു ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഈ കണ്ട് കഴിഞ്ഞിരിക്കുന്നത് ഒരു വലിയ യുഗാന്ത്യം തന്നെയാണ് എന്നുള്ളത് പറയാം. കാരണം മെസ്സിയുടെ കളി കണ്ട ഒരു ലോകകപ്പ് എന്നുള്ളത് പറയാം. അദ്ദേഹം സഹായിച്ച അല്ലെങ്കിൽ എത്രയോ ഗോളുകൾ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു. 2030 ഇനി അദ്ദേഹം കളിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. അതിനപ്പുറത്തേക്ക് അർജന്റീന ആ കിരീടം നിലനിർത്തുന്നതിൽ ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്നു. സ്പെയിൻ്റെ ഒരു വലിയ വിജയമുണ്ടായിരിക്കുന്നു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് ഓരോ ആളുകളായി കളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് കളി? സൂപ്പർ കളി. ഞാൻ 2-1 പ്രവചിച്ചു, പക്ഷെ ഒന്നില് തീർന്നു. ഉറങ്ങിപ്പോയി. ഇവരെല്ലാം അർജന്റീന ഫാൻസാണ്. ഞാനും എൻ്റെ വൈഫും മാത്രം സ്പെയിൻ, ബാക്കിയെല്ലാം അർജന്റീനക്കാരാ. സൂപ്പർ കളിയായിരുന്നു. അർജന്റീന വെറും 0 ബിഗ് 0. സൂപ്പർ. നല്ല അർജന്റീന കളി ഒന്നുമില്ല, 0 ആണ്, ഫുൾ 0 എന്ന് തന്നെ പറയാം. ഹാപ്പി. അതാ ഹാപ്പി ആയിട്ട് ഓരോ ആളുകൾ അത് അർജന്റീനയ്ക്ക് എതിരായിട്ടുള്ള ഓരോ ആളുകളായിട്ട് അങ്ങനെ മടങ്ങുന്നു. ഒപ്പം തന്നെ അർജന്റീന ആരാധകർ നിരാശയിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? വൺ സൈഡ് ഗെയിം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നിരാശയുണ്ട്. ഓക്കെ, ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ത്രില്ല് നമുക്ക് കിട്ടില്ല. കാരണം ഓൾമോസ്റ്റ് ഒരു 20+15 ഓൾമോസ്റ്റ് ഗോൾ അറ്റംപ്റ്റ്സ് കംപ്ലീറ്റ് വൺ സൈഡ് സ്പെയിനിൻ്റെ തന്നെയായിരുന്നു. അവസാന നിമിഷം വരെ ഒരു 0 എന്ന് കാണുന്നു അല്ലേ? അതെ. പക്ഷേ അവസാന നിമിഷം ഇഞ്ചുറി ടൈമെങ്കിലും നമ്മളൊരു തിരിച്ചടി പ്രതീക്ഷിച്ചു. അതൊരു ചാൻസ് കിട്ടിയേനെ, പക്ഷെ അത് കിട്ടിയില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അതെ. 2030 അല്ലേ? ഇനി 2030. യെസ്. ഓക്കെ. അപ്പോൾ ഒരു മാസം നീണ്ട കളിയാവേശത്തിന് കൂടിയാണ് അവസാനമാവുന്നത്. അതിന് പര്യവസാനമാകുന്നു. അങ്ങനെ വിവാ എസ്പാന വീണ്ടും തെളിയുകയാണ് നമ്മുടെയൊക്കെ വലിയ സ്ക്രീനുകളിൽ. ബ്രസീൽ പോയല്ലേ? ബ്രസീൽ പോയല്ലോ. ഹാപ്പി. അതെ. നമ്മളെ പോലെ തന്നെയാണ്. യെസ്. അപ്പോൾ അനിൽ, അങ്ങനെ ഒരു വലിയ കളിയാവേശത്തിന് ലോകകപ്പിന് തന്നെ പര്യവസാനമായിരിക്കുന്നു. അങ്ങനെ സ്പെയിൻ നേടുമ്പോൾ അർജന്റീന ഈ കിരീടം നിലനിർത്തുമെന്ന സ്വപ്നം കണ്ട അനേക ലക്ഷം മനസ്സുകളെ വിഷമിപ്പിച്ചുകൊണ്ടുകൂടിയാണ് ഈ ഒരു ലോകകപ്പ് കടന്നു പോകുന്നത്. യെസ്, അത് തന്നെയാണ്. ഒരുപക്ഷെ അർജന്റീനയുടെ കിരീടധാരണം കാത്തിരുന്നവരാണ്. അർജന്റീന തന്നെയായിരുന്നു ഫേവറേറ്റ്സ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് സംഭവിക്കുന്നില്ല. മറ്റ് പല കിരീട ഫേവറേറ്റ്സിനെ പോലെ ഫ്രാൻസോ ബ്രസീലോ പോർച്ചുഗലോ പോലെ തന്നെയായിരുന്നു അർജന്റീന ഉണ്ടായിരുന്നത്. പക്ഷേ അർജന്റീന അവസാനം വീണു പോകുന്ന കാഴ്ച കണ്ടു. അർജന്റീന വലിയൊരു മാസ് കംബാക്കുകളിലൂടെ ഈ ടൂർണമെൻറ്റിലുടനീളം നോക്കൗട്ടിലൊക്കെ തന്നെ വലിയ ത്രില്ലർ പോരുകൾ ജയിച്ചാണ് കടന്നു വന്നത്. പക്ഷേ ഫൈനലിൽ എന്താണോ അർജന്റീന അർഹിച്ചത് അത് തന്നെ കിട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം അർജന്റീന ഈ ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാർക്കൊത്ത പ്രകടനമായിരുന്നില്ല ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നത്. കാരണം ചാമ്പ്യന്മാർക്ക് ഇത്ര മതിയോ? അവരുടെ ടീം സെലക്ഷനിലടക്കം പല പാളിച്ചകളും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മെസ്സി എന്ന ആ താരത്തെ ചുറ്റിപ്പറ്റി മാത്രമാണ് അർജന്റീന ഇപ്പോഴും ഉള്ളത് എന്നത് കൂടി പറയേണ്ടിയിരിക്കുന്നു. 39-ാം വയസ്സിൽ ലിയോണൽ മെസ്സി എന്തൊരു അത്ഭുത പ്രവൃത്തിയാണ് കാണിച്ചത്. 8 ഗോളും 4 അസിസ്റ്റുമായി ഈ ടൂർണമെൻറ്റിൽ ഉജ്ജ്വല പ്രകടനം നടത്തി. ഒടുവിൽ എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോററായി. ആ പട്ടവും ഒടുവിൽ ഇന്നലെയാണ് കിലിയൻ എംബാപ്പെ അത് തട്ടിയെടുക്കുന്നത്. അദ്ദേഹം 22 ഗോളായി പുതുക്കുന്നു. ഗോൾ നേട്ടത്തിലും കിലിയൻ എംബാപ്പെ മുന്നിലെത്തി. അങ്ങനെ ഒരു മെസ്സിയുടെ സ്വപ്ന കുതിപ്പ്
തോൽപ്പിന് കൂടിയാണ് അവസാനമായത്. 6 ലോകകപ്പുകൾ കളിച്ച ലിയോണൽ മെസ്സി അതിൽ ഒരെണ്ണത്തിൽ മാത്രം കിരീടം നേടിപ്പോകുന്നു. 3 ഫൈനലുകൾ കളിച്ച ലിയോണൽ മെസ്സിക്ക് 2ലും നിരാശയാണ്. പക്ഷേ മെസ്സി ഇത്തവണ കരയുന്നില്ല. മെസ്സിക്ക് ഒന്നും നേടാനില്ല എന്നത് അദ്ദേഹത്തിന് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ലിയോണൽ മെസ്സി വലിയ നിരാശയോടെയാണോ, ഇല്ലെങ്കിൽ ഒരു കപ്പ് കിട്ടാത്തത് ലോക കിരീടത്തിന് തൊട്ടടുത്ത് വീണു പോകുന്നത് വലിയ നിരാശ തന്നെയാണ്. പക്ഷേ അദ്ദേഹം 2014-ലോ 2016-ൽ കോപ്പ തോറ്റപ്പോഴോ ഉണ്ടായ ആ തല കുനിച്ച് നിൽക്കുന്ന ലിയോണൽ മെസ്സിയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കരിയറിൽ എല്ലാം നേടി പൂർണ്ണത വരിച്ച മെസ്സി സർവസ്വവും നേടുമോ എന്നുള്ളത് തന്നെയാണ്. ഇതിഹാസങ്ങളിൽ ഇതിഹാസമാവാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നത് മാത്രമായിരുന്നു നോക്കേണ്ടിയിരുന്നത്. പക്ഷേ അതുതന്നെ തന്നെയാണ് മടക്കം. ലിയോണൽ മെസ്സി ലോകകപ്പ് ചരിത്രത്തിലെ, ഇല്ലെങ്കിൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിലെ ഒരാളായി തന്നെയാണ് മടക്കം. ഇപ്പോൾ ലോകകപ്പിന്റെ പ്രസന്റേഷൻ സെറമണീസ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ആർക്കൊക്കെയാണ് ആ നേട്ടങ്ങൾ എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. പൗ കുബാർസി മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം നേടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഗോൾഡൻ ബോട്ട് അത് കിലിയൻ എംബാപ്പെ തന്നെ അടിച്ചുകൊടുക്കുന്നു. 10 ഗോളുകളും 4 അസിസ്റ്റുമായി കിലിയൻ എംബാപ്പെ തുടർച്ചയായ 2ാം ലോകകപ്പിലും ഫ്രഞ്ച് നായകൻ അങ്ങനെ ഗോൾഡൻ ബൂട്ട് തൂക്കുന്നു. ഇനി ഗോൾഡൻ ബോൾ ആർക്ക് എന്നതാണ്. കഴിഞ്ഞ തവണ ലിയോണൽ മെസ്സിക്കാണ്. കോഴിക്കോട് നിന്ന് അനീഷ് കൂടി ചേരുന്നു. അനീഷ്, ആരാധകർ അവിടെയും അർജന്റീന ആരാധകരായിരിക്കും കൂടുതലുണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ സങ്കടത്തിന്റെ കനവും അവിടെ തന്നെയായിരിക്കുമല്ലോ കൂടുതൽ. അനില, അങ്ങനെ വേണം. അർജന്റീന ആരാധകരെ സംബന്ധിച്ചോളം ഇന്ന് അത്ര നല്ല ദിവസമല്ല. ഇന്ന് അവർക്ക് സങ്കടത്തിന്റെ നിരാശയുടെ ദിവസമാണ്. നമുക്ക് പുറകിൽ കാണുന്നതാണ് കോഴിക്കോട്ടെ ആരാധകർ. അതെല്ലാം അർജന്റീന ആരാധകരാണ്. അവരെല്ലാം വലിയ നിരാശയിലാണ്. മോനെ, എന്ത് പറ്റി നമ്മുടെ അർജന്റീന ടീമിന്? അർജന്റീന തീരെ അറ്റാക്ക് പോയിട്ടില്ല. ഫുള്ള് ഡിഫൻഡ് ഭയങ്കര സേഫ് ആയിട്ട് കളിച്ചു. പക്ഷെ പ്രശ്നമില്ല, സ്പെയിനിൽ നമ്മുടെ ബാർസലോണന്റെ പ്ലേയേഴ്സ് തന്നെ, അതുകൊണ്ട് പ്രശ്നമില്ല. സമാധാനം. സങ്കടത്തിലാണോ? മിക്സ്ഡ് എമോഷൻസ് രണ്ടും. സങ്കടത്തിലാണോ ഇന്ന്? സങ്കടമാണോ? ഞാന് സ്പെയിനാ എന്റെ ആളാണ്. അപ്പൊ ഇത് സന്തോഷത്തിന്റെ ദിവസമാണ്. സന്തോഷം. വിജയം പ്രതീക്ഷിച്ചിരുന്നോ? അർജന്റീന പോലെ ടീമിനോട് ഇത്രയും വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? ഒരു സ്പെയിന്റെ ആരാധകനാണ്. നമ്മൾ കുറച്ചു മുമ്പ് ലൈവ് ചെയ്തപ്പോഴും ഈ സ്പെയിൻ ആരാധകൻ വലിയ ആവേശത്തിലായിരുന്നു. എന്തോന്ന് കളി കഴിഞ്ഞപ്പോ? ഇത് നമ്മൾ ഇതുവരെ കണ്ട മാച്ചപ്സിൽ ഏറ്റവും വൺ സൈഡഡ് മാച്ച് ആയിരുന്നു. അർജന്റീന ഫൈറ്റ് ബാക്ക് ചെയ്യാൻ നോക്കി, ബട്ട് സ്പെയിൻസ് ഓരോ വാസ് ടു സ്ട്രോങ്. ഫെറാൻഡ് ഓരോ വാസ് ടു സ്ട്രോങ്. നമ്മൾ കം ബാക്ക് അങ്ങനെ വേഗം അടിച്ച്. there was a few missed chances, but I'm happy that ഇപ്പോൾ ലോകകപ്പിൽ പുരസ്കാരദാന ചടങ്ങ് പുരോഗമിക്കുകയാണ്. അതായത് സെലിബ്രേഷൻ സെറിമണി അല്ലെങ്കിൽ സെറിമണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മികച്ച ഗോൾ കീപ്പറായി ഉനായ് സിമോൺ തിരഞ്ഞെടുക്കുന്നു. 8 മത്സരങ്ങളിൽ വഴങ്ങിയത് 1 ഗോൾ, 7 ക്ലീൻ ഷീറ്റ് നേടിയ ഉനായ് സിമോൺ അർഹിച്ച കരങ്ങളിൽ തന്നെ എത്തുന്നു. ഈ ടൂർണമെന്റിന് എത്തുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മികച്ച ഗോൾ കീപ്പറേയും ലാ ലീഗയിലെ മികച്ച ഗോൾ കീപ്പറേയും കാഴ്ചക്കാരനാക്കിയാണ് ഉനായ് സിമോൺ സ്പാനിഷ് ടീമിന്റെ ഗോൾ കീപ്പറായി, മികച്ച 1-ാം നമ്പർ ഗോൾ കീപ്പറായി വരുന്നത്. അദ്ദേഹം അങ്ങനെ അവിടെ നിന്ന് എന്തുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നതിന് ഉത്തരം തന്നെ. ഇപ്പോൾ ഗോൾഡൻ ബോൾ സ്വന്തമാക്കിയിരിക്കുന്നത് റോഡ്രി ആണെന്ന് ഗോൾഡൻ ബോൾ ആണോ എന്നൊരു സംശയമുണ്ട്. അതിൻ്റെ പുരസ്കാരം നിർണ്ണയം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൻ്റെ പുരസ്കാര ചടങ്ങും അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സ്പാനിഷ് താരങ്ങൾ പുരസ്കാരങ്ങൾ ഒന്നൊന്നായി അടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മികച്ച യുവതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലമീൻ യമാൽ അല്ല, പൗ കുബാർസിയാണ്. ഡിഫൻസിൽ വമ്പൻ പ്രകടനം കാഴ്ചവെച്ച പൗ കുബാർസി ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. റോഡ്രി, അദ്ദേഹത്തിന് പുരസ്കാരമുണ്ട്. അത് ഗോൾഡൻ ബോൾ പുരസ്കാരം അത് റോഡ്രിക്കാണ്. റോഡ്രി സ്പാനിഷ് നായകൻ, അവരെ വമ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അങ്ങനെ സ്പാനിഷ് നായകൻ ആ വലിയ പുരസ്കാരം നേടുന്നു. ലിയോണൽ മെസ്സിക്ക് ഒരിക്കൽ കൂടി കിട്ടുമോ? ഒരുപക്ഷെ കിരീടം നേടിയിരുന്നെങ്കിൽ ലിയോണൽ മെസ്സിക്കായിരുന്നു ആ ഗോൾഡൻ ബോൾ കിട്ടേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ സാധ്യതകളിൽ മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ റോഡ്രി കഴിഞ്ഞ 2 മത്സരങ്ങളിൽ കാഴ്ചവെച്ചത് എന്തൊരു പ്രകടനമായിരുന്നു, ഗംഭീര പ്രകടനം. എന്തുകൊണ്ട് അദ്ദേഹം മികച്ച ബാലൻഡോറിനൊക്കെ തന്നെ നേരത്തെ പരിഗണിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ബാലൻഡോർ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്സിന്റെ ഭാഗമല്ല, അദ്ദേഹം അർഹിച്ചത് കൊണ്ട് തന്നെയാണ് നേടിയതെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് സ്പാനിഷ് നായകന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അങ്ങനെ സ്പാനിഷ് താരങ്ങൾ പുരസ്കാരങ്ങളെല്ലാം തൂത്തുവാരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗോൾഡൻ ബോൾ സ്വന്തമാക്കുന്നു റോഡ്രി, മികച്ച യുവതാരമാകുന്നു പൗ കുബാർസി, മികച്ച ഗോൾ കീപ്പറായി മാറുന്നു ഉനായ് സിമോൺ. ലിയോണൽ മെസ്സി സങ്കടമാണ്. ലിയോണൽ മെസ്സി ചിരിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. ലിയോണൽ മെസ്സിയെ ബാഴ്സ താരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലാമാസിയയിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന താരങ്ങളൊക്കെ തന്നെ കടന്നു വരുന്നു. അർജന്റീന ടീം അവരുടെ റണ്ണറപ്പ് പ്രൈസ് സ്വന്തമാക്കാനാണ് വരുന്നത്. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മെസ്സിപ്പടയ്ക്ക് നിരാശയാണ്. അപ്പോൾ മെസ്സിപ്പട
വെള്ളി മെഡൽ എന്ന് വേണമെങ്കിൽ പറയാം. സിൽവർ മെഡൽ വാങ്ങി മടങ്ങുന്നു. കഴിഞ്ഞ തവണ സ്വർണത്തിന്റെ തിളക്കമായിരുന്നു ഖത്തറിൽ. വലിയ സന്തോഷമായിരുന്നു. മെസ്സിയോടെയൊക്കെ തന്നെ ആ കിരീടം ഏറ്റുവാങ്ങുന്ന കാഴ്ചയൊക്കെ തന്നെ ഒരു സിനിമാറ്റിക് എന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത്തവണയില്ല. ലിയോണൽ മെസ്സിയും സംഘത്തിനും കിരീടം നിലനിർത്താവുന്ന ടീമായി, മൂന്നാമത്തെ ടീമായി മാറാൻ സാധിക്കുന്നില്ല. ആ റെക്കോർഡ് അങ്ങനെ ഇറ്റലിക്കും അതുപോലെ തന്നെ ബ്രസീലിനുമായി മാത്രം നിലനിൽക്കുന്ന കാഴ്ച കണ്ടു. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒപ്പം തന്നെ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയും ചേർന്നാണ് മെഡലുകൾ ഈ താരങ്ങൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അച്യുതൻ കൂടി ചേർന്നു. അച്യുതൻ, എന്തായാലും അർജന്റീനയോട് ജയം ആഗ്രഹിച്ചവരാണ്. അവരെ കൂടി നിരാശരാക്കിയാണ് MABB അടക്കമുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ അർജന്റീന ആരാധകരാണ്. റഹീം അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെയൊക്കെ തന്നെ കണ്ടതാണ്. പക്ഷേ എല്ലാവർക്കും നിരാശയാണ്. എല്ലാ കൊല്ലവും കപ്പ് കിട്ടിക്കൊള്ളണം, അല്ലെങ്കിൽ എല്ലാ തവണയും കപ്പ് നേടിക്കൊള്ളണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അർജന്റീന അത് ഫൈനലിൽ ലോക ചാമ്പ്യന്മാരുടെ പ്രകടനം കാഴ്ചവെക്കാത്തതിൽ എന്തായാലും വലിയ നിരാശ തന്നെയായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അത്ര ഒരു പ്രകടനം മെസ്സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തതിൽ എനിക്കും നിരാശയുണ്ടായിരുന്നു. നമ്മുടെ CPM ജനറൽ സെക്രട്ടറി MABB, ശ്രീമതി ടീച്ചർ, അതുപോലെ തന്നെ NK പ്രേമചന്ദ്രൻ MP ഇവരെല്ലാം അർജന്റീനയുടെ ഒരു ആരാധകരാണ്. പക്ഷെ അവർക്കും നിരാശപ്പെടുത്തിയ ഒരു മത്സരമാണ് ഉണ്ടായത്. NK പ്രേമചന്ദ്രൻ MP ചെയ്യുന്നുണ്ട്. അർജന്റീന ഭാഗത്ത് നിന്ന് ആരാധകർക്ക് ഏറെ നിരാശയുണ്ടാക്കിയ ഒരു ഫൈനലായിരുന്നു. തീർച്ചയായിട്ടും നിരാശ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അർജന്റീന ജയിച്ചില്ല, വേൾഡ് കപ്പ് കിട്ടിയില്ല എന്നുള്ളത്. രണ്ടാമത്തത്, ആവേശകരമായ ഒരു മത്സരം പോലും കാഴ്ചവെക്കാൻ അർജന്റീനയും കഴിഞ്ഞില്ല. ഒരു ഫൈനൽ മത്സരത്തിൻ്റെ ഉത്സാഹവും ആവേശവും ഒരു ഉത്തേജനവും നൽകാൻ സത്യത്തിൽ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ നിർഭാഗ്യകരമാണ്. കളിയുടെ ഏതാണ്ട് 90% സമയവും സ്പെയിനിൻ്റെ പൂർണ്ണമായ മേധാവിത്വമായിരുന്നു. ആദ്യത്തെ 90 മിനിറ്റിനുള്ളിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഗോൾ വലയത്തിലേക്ക് ബോളെത്തിക്കാൻ സത്യത്തിൽ അർജന്റീനയെ കഴിഞ്ഞത്. അവസാനത്തെ എക്സ്ട്രാ ടൈമിലുള്ള 10 മിനിറ്റ് നേരമാണ് ശരിക്കും അർജന്റീനയും മെസ്സിയും ഒക്കെ മികവാർന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഒരുപക്ഷെ അത് നേരത്തെ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ സ്ഥിതി വ്യത്യസ്തമാകുമായിരുന്നു. മാത്രവുമല്ല, അതിലൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ അർജന്റീൻ ഗോൾ കീപ്പറുടെ ഒരു പെർഫോമൻസ് അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ 6 കുറയാത്ത ഗോളിന് ശരിക്കും പറഞ്ഞാൽ അർജന്റീന പരാജയപ്പെടേണ്ടതായിരുന്നു. അതുകൊണ്ട് തികച്ചും നിരാശാജനകമായിട്ടുള്ളൊരു വേൾഡ് കപ്പ് ഫൈനൽ മത്സരമായിരുന്നു. രണ്ട് രൂപത്തിൽ നോക്കിയാലും നിരാശ ഉണ്ടാക്കുന്നതാണ്. സ്പെയിൻ ഡിസർവിംഗ് ആയിട്ടുള്ള വിജയമാണ്, അർഹതപ്പെട്ട വിജയമാണ് സത്യത്തിൽ സ്പെയിന് ലഭിച്ചതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മറ്റൊരു ദുഃഖം എല്ലാവർക്കും, ലിയോണൽ മെസ്സി ഇങ്ങനെ റിട്ടയർ ചെയ്യേണ്ട ആളല്ല. ഇന്നും അവസാനത്തെ 10 മിനിറ്റ് നേരവും 2 ബോൾ അദ്ദേഹം ക്രോസ് ചെയ്ത് കൊടുത്തത് എത്ര കൃത്യതയോടുകൂടിയാണ്. ഗോളടിക്കാൻ പര്യാപ്തമായ നിലയിൽ കോർണർ കിക്ക് എടുത്തും ഫ്രീ കിക്ക് എടുത്തും ഒക്കെ കൊടുത്ത ബോൾ എത്ര സൂക്ഷ്മതയോടും കൃത്യതയോടും കൂടി ഇപ്പോഴും കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് അസാമാന്യമായിട്ടുള്ള കഴിവുള്ള ഒരു കായിക താരം തന്നെയാണ് ലിയോണൽ മെസ്സി. അദ്ദേഹത്തിൻ്റെ ഒരു പരാജയത്തിൻ്റെ നിരാശ കൂടി ഇതിൻ്റെ ഞങ്ങളുടെയൊക്കെ ആശങ്കയും ഉത്കണ്ഠയും അല്ലെങ്കിൽ ദുഃഖവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. സഹാവേ, തുടക്കം മുതൽ തന്നെ സ്പെയിൻ അത് അർജന്റീന ആരാധകരുടെ നെഞ്ചിരിപ്പ് ഉയർത്തി. കാരണം ഒരുപാട് അറ്റംപ്റ്റുകൾ, ഗോൾ അടിക്കുവാനുള്ള അറ്റംപ്റ്റുകൾ സ്പെയിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. നല്ലൊരു പ്രകടനം ശരിക്കും സ്പെയിൻ്റെ ഭാഗത്തുനിന്നല്ലേ ഇന്ന് ഈ മത്സരത്തിലുണ്ടായത്? അതെ, സ്പെയിൻ ഇന്ന് വളരെ നന്നായിട്ട് കളിക്കുകയും അർജന്റീന പ്രതിരോധത്തിലാവുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ നെഞ്ചിരിപ്പൊന്നും വർദ്ധിച്ചില്ല. എൻ്റെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചത് ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുമ്പം അവർ ഗോളടിച്ചു, ഫൈനൽ കിടക്കാതെ പോകുമോ. അപ്പോൾ അവസാനത്തെ 10-20 മിനിറ്റ് കളിച്ചിട്ട് അർജന്റീന ഫൈനലിലേക്ക് വന്നു. ഈജിപ്തുമായിട്ട് കളിച്ചപ്പോഴും എൻ്റെ നെഞ്ചിരിപ്പ് വർദ്ധിപ്പിച്ചു. ഈജിപ്തിനോട് തോറ്റ് അർജന്റീന പോകുമോ. അപ്പം എൻ്റെ നെഞ്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. വളരെ വിസ്മയകരമായിട്ട് അവർ കളിച്ചു. അപ്പോൾ മുമ്പത്തെ കളികളിലാണ്. ഇന്ന് ഫൈനലിൽ നല്ല നിലയിൽ അർജന്റീന കളിച്ചില്ലെങ്കിൽ സ്പെയിൻ അവർക്ക് ഒരു അവസരവും കൊടുക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരുന്നു. കാര്യം അത്ര കൺസിസ്റ്റൻ്റായി കളിച്ചിട്ടുള്ള ടീമാണ് സ്പെയിൻ. ഒരു കളി ഒഴികെ കേപ്പ് വെർദയോട് കളിച്ചപ്പോൾ അവർ ഗോൾ രഹിത സമനില പാലിച്ചു. അർജന്റീന എല്ലാ കളിയും ഗോളടിച്ച് ജയിച്ചാണ് വന്നതെങ്കിലും ഫൈനലിൽ അവർ കളിക്കേണ്ട കളി അവർ കളിച്ചില്ല. ഫൈനലിൽ അവർ കളിക്കേണ്ട കളി ഒരാൾ കളിച്ചു, അത് അവരുടെ ഗോളിയാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഫൈനൽ കളി നടന്നത് സ്പാനിഷ് ആക്രമണ നിരയും അർജന്റീനയും ഗോളിയും തമ്മിലായിരുന്നു. മെസ്സിക്ക് ഇതുവരെയുള്ള ഓരോ 7 കളിയിലും മെസ്സി വളരെ വിസ്മയകരമായിട്ട് കളിച്ചു. ഫൈനലിൽ മെസ്സിയെ കണ്ടത് അവസാനത്തെ 7-8 മിനിറ്റിൽ മാത്രമാണ്. ആ 7-8 മിനിറ്റിൽ വന്ന മെസ്സി കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. ഇന്ന് നന്നായിട്ട് കളിച്ച സ്പെയിനാണ്. ആ സ്പെയിൻ ജയിച്ചതിനകത്ത് യാതൊരു അത്ഭുതവുമില്ല.
അല്ലെ അർജന്റീന ആരാധകരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് സ്പെയിൻ നല്ലൊരു പ്രകടനമാണ് നടത്തിയത്. ഇതിൽ മറ്റൊരു കാര്യം അനിൽ, ശ്രീമതി ടീച്ചർ കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അർജന്റീന ആരാധകയാണ്, പക്ഷെ കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രവചനം നടത്തി സ്പെയിൻ ജയിക്കുമെന്ന്. അത് എന്തുകൊണ്ടായിരുന്നു? അത് ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് കളികൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെയിനിന് നല്ലൊരു ടീമുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. അവസാനത്തെ സെമി ഫൈനൽസിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മെസ്സിയുടെ 2 ഗോള് അവസാന നിമിഷം വന്നില്ലായിരുന്നെങ്കിൽ ഇംഗ്ലണ്ട് ജയിക്കുമായിരുന്നു എന്ന തോന്നലാണ് എനിക്കുള്ളത്. കാരണം നന്നായിട്ട് കളിച്ചത് ഇംഗ്ലണ്ടാണ്. അവരുടെ ടീം അത്ര പോരാ എന്നുള്ള തോന്നൽ വന്നപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഇനി ഏതായാലും സ്പെയിനും അർജൻറ്റീനയുമാണ്. അർജൻറ്റീന ഫൈനൽസിൽ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. മാത്രമല്ല മെസ്സി, എംബാപ്പെ ചെറിയ പ്രായക്കാരനാണ്, ഗോൾഡൻ ബൂട്ട് അണിയുന്ന ആൾ മെസ്സി ആയിരിക്കണം എന്നുള്ള ആഗ്രഹവും എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ ഫൈനൽസിൽ ജയിക്കാൻ പോകുന്നത് സ്പെയിനാണ്, അർജൻറ്റീനയൊക്കെ ജയിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ചിലപ്പോൾ ഗോള് അടിച്ച് മെസ്സി ഗോളടിച്ചേക്കാം, എന്നാൽ ജയിക്കുന്നത് കൂടുതൽ ഗോളടിച്ച് ജയിക്കുന്നത് സ്പെയിനായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാനതിൽ ഉറച്ചു നിന്നു. എല്ലാവരും അർജൻറ്റീനയുടെ ഭാഗത്താണ്, ഞാനും അർജൻറ്റീന ഭാഗത്തായിരുന്നുവെങ്കിലും ഇതിൽ ഫിഫ വേൾഡ് കപ്പ് ഫൈനലിൽ സ്പെയിൻ ജയിക്കും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. അത് ഞാൻ പറയുകയും ചെയ്തു. അതുപോലെ സംഭവിച്ചു. ഇപ്പോൾ പറഞ്ഞല്ലോ, ഏറ്റവും മനോഹരമായ ഒരു കളിയാണ് സ്പെയിനിൻ്റെത്. നന്നായിട്ട് ഏവരെയും ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ഒരു നല്ല കളി. മറിച്ച് അർജൻറ്റീനയുടെ ഗോളിയാണെങ്കിലോ തുരുതുര വന്നിട്ടുള്ള 5, 6, 7, 8 ദില്ലിയിൽ നിന്ന് അച്യുതനാണ് ചേർന്നത്. CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ഒപ്പം തന്നെ ശ്രീമതി ടീച്ചറും ഒക്കെയാണ് സംസാരിച്ചത്. കടുത്ത അർജന്റീന ആരാധകരാണ്. പക്ഷേ ഈ തോൽവി അനിവാര്യമായിരുന്നു എന്ന് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം അർജന്റീന ഈ മത്സരത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ എന്തിനാണ് ജയിക്കുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ചില ആരാധക പ്രതികരണങ്ങളിലേക്ക് കൂടി. മത്സരം അവസാനിച്ചിരിക്കുന്നു. ഒടുവിൽ സ്പെയിൻ എതിരില്ലാത്ത ഒരു ഗോളിനാണ് അർജന്റീനയെ പരാജയപ്പെടുത്തിയത്. എന്തായാലും അർജന്റീനക്കാരില്ലേ ഒന്നുമില്ലേ അർജന്റീന സ്പെയിൻ ജയിക്കും. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു സ്പെയിനെ ജയിക്കും. അർജന്റീനയുടെ ആരാധകരൊക്കെ ഏറെക്കുറെ പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അർജന്റീന വിരുദ്ധ ടീമാണ് കൂടുതലുള്ളത്. അതായത് സ്പെയിൻ അല്ലെങ്കിൽ പോലും ബ്രസീലിന്റെയും മറ്റു ആരാധകരാണ് ഏറ്റവും കൂടുതൽ അർജന്റീന വിരുദ്ധ ചേരിയിലുണ്ടാവുന്നത്. കളി എങ്ങനെ ഉണ്ടായിരുന്നു? ജയിക്കുന്ന പ്രതീക്ഷ സ്പെയിൻ നന്നായിട്ട് കളിച്ചല്ലേ? നിരാശയുണ്ട്. കളി ഇഷ്ടപ്പെട്ടു, പക്ഷേ നിരാശ ഉണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും മത്സരം വളരെ വിപുലമായി തന്നെ അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും മികച്ച മത്സരമാണ്. നമുക്കറിയാം സ്പെയിൻ മികച്ച പെർഫോമൻസിന്റെ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു ആവേശമാണ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടത്. തിരൂരിൽ നിന്നുള്ള ചില ആരാധകരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി. കളി കഴിഞ്ഞു. വൻ ആവേശത്തിലാണ് മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകർ. എന്തായാലും സ്പെയിൻ വിജയിച്ചിരിക്കുകയാണ്. ഇവരെ കണ്ട് സ്പെയിനുകാരുണ്ടല്ലോ, അവരൊക്കെ ഇന്നലെ വാങ്ങി ജയിച്ചതാണ്. വൻ ആവേശമാണ്. കളി എങ്ങനെ യഥാർത്ഥ സ്പെയിൻ ഫാനാണോ? പണ്ട് മുതൽ സ്പെയിൻ ഫാനാണ്. എന്ത് സ്പെയിനല്ലേ? അർജന്റീന കളിയുണ്ടായിരുന്നു. തൃപ്തരാണ്. ശക്തമായിട്ട് അടുത്ത ലോകകപ്പിൽ തിരിച്ചു വരും. കളി പറന്നുപോയോ ഫൈനൽ ആകുമ്പോഴേക്ക്? കളി പറന്നുപോയോ ഫൈനൽ ആകുമ്പോഴേക്ക്?
കണി മറന്നു പോയതല്ല പ്രശ്നം. സ്പെയിന് പൊതുവെ നല്ല ടീമാണ്. മാത്രമല്ല ഞങ്ങളുടെ കളിക്കാർക്ക് പിന്നെ ആദ്യം ഭയങ്കര സമ്മർദ്ദത്തിലായിപ്പോയി. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ സ്പെയിനിന്റെ എല്ലാ ആളുകളും ഒറ്റ കാര്യം സ്പെയിനിൽ ലാറ്റിൻ അമേരിക്കൻ ശൈലി കളിയാണ്. അർജന്റീന തോൽക്കലായിരുന്നു. ഇവരൊക്കെ ബ്രാച്ചിക്കൽ ഫാൻസ്. ഇവർക്ക് സ്വന്തമായിട്ടൊരു ധാരണ ഇല്ലാത്തോ ബ്രാച്ചിക്കൽ ഫാൻസ്. ഈ ആഘോഷം മൊത്തം ബ്രാച്ചിക്കൽ ഫാൻസിന് മാത്രമായിട്ടാണ് ഇവർ ആഘോഷിക്കുന്നത്. ഒറിജിനൽ സ്പെയിൻകാരെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കപ്പെടുക്കുന്നത്. അർജന്റീനയും ബ്രസീലിനെയും ഞങ്ങൾ മലർത്തി അടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ആരവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ മാറി നടന്ന ആൾക്കാരാണ്. എന്തായാലും ടീം ഏതാണ് എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോഴും ഇവിടെ മലപ്പുറത്ത് തർക്കം നടക്കുന്നത്. സൗഹൃദപരമായിട്ടുള്ള ഫുട്ബോൾ അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. എന്തായാലും ആഘോഷം അങ്ങനെ തുടരുക തന്നെയാണ്. യെസ്, അങ്ങനെ സ്പെയിന്റെ കിരീടധാരണം പ്രസന്റേഷൻ സെറിമണി ഇതാ പൂർത്തിയാവാൻ പോകുന്നു. സ്പെയിൻ ലോക കിരീടം കൈകളിൽ ഏറ്റുവാങ്ങി. അവരുടെ ഓരോ താരങ്ങളും ട്രോഫി ലിഫ്റ്റ് ചെയ്ത് ആഘോഷത്തിലാണ്. വൻ ആഘോഷം തന്നെയാണ്. സ്പെയിൻ കാത്തിരുന്ന 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്പെയിൻ ലാ റോഹകൾ അങ്ങനെ ലോക ചാമ്പ്യന്മാരാകുന്ന കാഴ്ച കണ്ടു. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തന്നെ തോൽപ്പിച്ചുകൊണ്ടാണ് സ്പെയിൻ ലോക ചാമ്പ്യന്മാരാകുന്നത്. വിശ്വവിജയികളാകുന്ന മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഇതാ ആഘോഷത്തിന്റെ നിമിഷം. വലിയ ആഘോഷം തന്നെയാണ്. സ്പെയിന്റെ ദിനമാണ് ഇന്ന്. സ്പെയിന്റെ മാത്രം ദിനമായിരുന്നു ഇന്ന്. അർജന്റീന ചിത്രത്തിലേ ഇല്ലാതാവുന്ന കാഴ്ച. സർവാധിപത്യം ഈ ടൂർണമെന്റിൽ ഒരേ ഒരു തവണ മാത്രമാണ് സ്പെയിന് തലകുനിച്ച് മടങ്ങേണ്ടി വന്നത്. അത് കേപ്പ് വെർദേക്ക് എന്നെതിരെ പറയേണ്ടിയിരിക്കുന്നു. തോറ്റിട്ടില്ലെങ്കിൽ പോലും ആ മത്സരത്തിൽ ഗോൾ രഹിത സമനില വഴങ്ങിയിരിക്കുന്നു. അങ്ങനെ ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ച ഏക സംഘം എന്ന തലയെടുപ്പ് ഇനി കേപ്പ് വെർദേക്ക് മാത്രം സ്വന്തം എന്നുപോലും പറയുന്നേക്കാം. വൊസീഞ്ഞ അടക്കമുള്ളവർ കീഴടങ്ങാതെ കാത്ത ആ കോട്ട അത് അർജന്റീനയ്ക്ക് പോലെ ലോക ചാമ്പ്യന്മാർക്ക് കീഴടക്കാനാവുന്നില്ല. ബെൽജിയത്തിന് മാത്രമാണ് ഒരു തവണ ഈ സ്പെയിൻ്റെ പ്രതിരോധം പൊളിക്കാനായത്. ഏറ്റവും മികച്ച പ്രതിരോധ നിര, ഏറ്റവും മികച്ച അറ്റാക്കിംഗ് നിര എന്നൊക്കെ തന്നെ നമുക്ക് സ്പെയിൻ്റെ ഈ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. കപ്പ് വാങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡേവിഡ് റേ അടക്കമുള്ള താരങ്ങൾ ആ കനക കിരീടത്തിൽ മുത്തമിടുന്ന കാഴ്ച കണ്ടു. ഗാവിയെ കാണുന്നു. മറ്റെല്ലാ താരങ്ങളും അങ്ങനെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ഈ ഒരു കപ്പിന് വേണ്ടിയായിരുന്നു 4 വർഷമായുള്ള കാത്തിരിപ്പ്. 48 ടീമുകൾ മാറ്റിവെച്ചത് ഈ ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ടൂർണമെൻ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 48 ടീമുകളാക്കിയതിന് ശേഷമുള്ള ആദ്യ എഡിഷൻ. അതിൽ ആ 47 ടീമുകളെയും മറികടന്നുകൊണ്ട് സ്പെയിൻ ലോക ചാമ്പ്യന്മാരാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 47 ഇതൊരു ചെറിയ നേട്ടമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതും ഒറ്റ മത്സരം പോലും തോൽക്കാതെ 8-7 മത്സരങ്ങളും ജയിച്ച ഒരു മത്സരത്തിൽ മാത്രം സമനിലയിൽ കുരുങ്ങി അങ്ങനെ സ്പെയിൻ ചാമ്പ്യന്മാരാകുന്നു. 2010 സമാനമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അന്നും എക്സ്ട്രാ ടൈമിലായിരുന്നു ജയം. അന്ന് 116-ാം മിനിറ്റിൽ ആന്ത്രേസ് ഇനിയസ്റ്റ നേടിയ ഒരു ഗോളെങ്കിൽ ഇന്ന് ഫെറാൻ ടോറസ് മറ്റൊരു ബാഴ്സ താരം നേടിയ ഗോളിലാണ് കിരീടം വരുന്നത്. എന്തായാലും ഫെറാൻ ടോറസിനും സന്തോഷത്തിന്റെ നിമിഷം. ഈ ടൂർണമെന്റിൽ പലകുറി അദ്ദേഹം പഴികേട്ടതാണ്. ഗോളടിക്കുന്നില്ല, അവസരങ്ങൾ തുലയ്ക്കുന്നു എന്നൊക്കെ തന്നെ. പക്ഷേ നിർണായക മത്സരത്തിൽ അങ്ങനെ ആ ബൂട്ട് ചലിക്കുന്നു. ബാഴ്സ നിരയിലും ബാഴ്സ ആരാധകർക്ക് പോലും അദ്ദേഹം പ്രിയപ്പെട്ടവനല്ല. കാരണം ഗോൾ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഗോൾ അടിക്കുന്നതിനേക്കാൾ ഗോൾ അവസരങ്ങൾ തുലയ്ക്കുന്നതിലാണ് എന്നും ഫെറാൻ ടോറസിന് പ്രിയം എന്ന് പോലും പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ ഫെറാൻ ടോറസ് ഇന്ന് സ്പെയിൻ്റെ ഹീറോയാണ്, അല്ലെങ്കിൽ അർജന്റീനയുടെ എതിരാളികളുടെ ഹീറോയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബ്രസീലിനും പോർച്ചുഗലിനും ഫ്രാൻസിനും ഒക്കെ തന്നെ പ്രിയപ്പെട്ടവനായി മാറുന്നു ഈ നിമിഷം ഫെറാൻ ടോറസ് എന്ന് പറയുന്നു. അർജന്റീനയുടെ കണ്ണീർ കാണാൻ കാത്തിരുന്നവർക്കെല്ലാം വേണ്ടി കൂടിയാണ് ഇന്ന് ഫെറാൻ ടോറസ് ഗോൾ അടിച്ചത്. അങ്ങനെ ആ വിജയം സ്വന്തമാക്കുന്നു. കോഴിക്കോട് നിന്ന് ചില ആരാധക പ്രതികരണങ്ങളിലേക്ക് കൂടി. അർജന്റീനയെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും അർജന്റീന ആരാധകർ വലിയ നിരാശയിലാണ്. നമുക്ക് ആരാധകരോട് ചോദിക്കാം, ചേട്ടാ എന്ത് പറ്റിയെന്ന്? ഇതുവരെ കമ്മിറ്റിയിലെ സഹായം സെവൻസ് ടീമിനായിട്ട് കളിച്ചത്. ആൺകുട്ടികളെ കിട്ടിയപ്പോ എവിടെ പോയി മെസ്സി? ഇത്ര നാണം കെട്ട തോൽവിക്ക് കാരണം നാണം കെട്ട അന്യായ നാണം കെടല്. തോൽവിക്ക് കാരണം ഇത്ര വലിയ തോൽവിക്ക് മോശം കളിയായിരുന്നു അർജന്റീന കാഴ്ചവെച്ചത്. സ്പെയിൻ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്ത് കളിച്ച് ജയിച്ചു ചെയ്തു സ്പെയിൻ. ചേട്ടാ എന്ത് പറ്റി? എന്ത് തോന്നുന്നു തോൽവിക്ക്? എന്ത് തോന്നുന്നു? സ്പെയിൻ സൂപ്പറായി കളിച്ചു, നന്നായി കളിച്ചു. അർജന്റീന തോറ്റുപോയിരിക്കുന്നു. ഒരു സൂക്ഷ്മദർശിനിക്ക് ഓർഡർ എടുത്തിട്ടുണ്ട്. അതായത് അർജന്റീന കാലുകളിൽ ബോൾ കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അതുപോലെ മെസ്സി ഒന്ന് കാണാനില്ലായിരുന്നു. ഞാൻ ആ സൂക്ഷ്മദർശിനി നോക്കുന്നുണ്ട്.
ഗോൾഡൻ ബൂട്ടായിട്ട് ചെക്കൻ ഫ്രഞ്ചിലായി പറഞ്ഞു, ഗോൾഡൻ ബൂട്ടായിട്ട് ചെക്കൻ ഫ്രഞ്ചിലായി പറഞ്ഞു. മെസ്സി ഫൈനൽ അന്തസ്സായിട്ടാണ് തോറ്റിട്ടാണ് പുറത്തായത്. ഓക്കെ, പറയാനൊന്നുമില്ല. കുട്ടികൾ നല്ല കളിച്ചിട്ടാണ് കൊണ്ടുപോയത്, അല്ലാതെ ഭാഗ്യം തെളിഞ്ഞതൊന്നല്ല. ഇത് ഭാഗ്യം തെളിഞ്ഞതല്ല. മെസ്സി പോവുക, ഔട്ടാവുക. ഇനി വേണ്ടിയാണ് കളിച്ചിട്ടാണ് കൊണ്ടുപോയത്. കുട്ടികൾ കളിച്ചിട്ടാണ് കൊണ്ടുപോയത്. മെസ്സി കൂട്ടുകാർ പോയി. അർജന്റീന എവിടെ പോയി? ബ്രസീലിനില്ലാത്ത കപ്പ് ഓർക്ക് കിട്ടരുത്, അത്രേ ഉള്ളൂ. ഇതിലൊരു സങ്കടപരമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒരു ഷോട്ട് ടാർഗറ്റ് പോലും അടിക്കാൻ പറ്റിയില്ല. അവർക്ക് അടിക്കാൻ പറ്റിയില്ല. ഇതാ കമ്മിറ്റി ടീം. ഇത് കള്ളക്കളി കളിച്ച് ജയിച്ച എത്ര കാലം. അതുപോലല്ല ഇന്നത്തെ കളി അപ്പൊ തൂക്കി. ഒരു മാസം നീണ്ട ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ന് തിരശ്ശീല വീണിരിക്കുകയാണ്. ഒരു ഗോളിന് സ്പെയിൻ അർജന്റീനയെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ആരാധകരെല്ലാവരും വലിയ നിരാശയിലാണ്. വീണ്ടും 2030 അർജന്റീന കപ്പടിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അനീഷാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്. മത്സരശേഷവും അടിപിടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മത്സരത്തിൽ വലിയ രീതിയിൽ ഉന്തും തള്ളും അർജന്റീനയുടെ ഗുസ്തി മാത്രമായിരുന്നു മത്സരത്തിൽ കണ്ടത്. അർജന്റീനയ്ക്ക് കളിക്കാൻ തയ്യാറായില്ലെങ്കിലും ഗുസ്തി പിടിക്കാൻ അർജന്റീന താരങ്ങൾ വലിയ മിടുക്കായിരുന്നു ഈ മത്സരത്തിൽ. എൻസോ ഫെർണാണ്ടസ് കാർഡ് കണ്ട്, രണ്ടാം യെല്ലോ കാർഡും കണ്ട് പുറത്തായതാണ്. അത് ഈ മത്സരത്തിൽ അങ്ങേയറ്റം നിർണായകമായി. അതിനുശേഷം പരഡേസും വലിയ രീതിയിൽ അടിപിടി കൂടുന്ന കാഴ്ചയാണ് കണ്ടത്. വലിയ രീതിയിൽ ഒരു ഫൈറ്റ് തന്നെയാണ് നടന്നത്. പരഡേസ് സ്പാനിഷ് താരം ഗാവിയെ ഒപ്പം തന്നെ എറിക് ഗാർസിയയും പിടിച്ച് ഉന്തുന്നു തള്ളുന്നു. ഒടുവിൽ രണ്ടുപേരെയും തള്ളി താഴെ ഇടുന്ന കാഴ്ചയാണ് കണ്ടത്. സ്കലോണിയെല്ലാം പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് നടക്കുന്നില്ല. എന്തായാലും അതിൽ തിയാഗോ അൽമാഡ കൂടി പങ്കുചേരുന്ന കാഴ്ച കണ്ടു. ഒരു ലോകകപ്പ് ഫൈനലിൽ, വാശിയേറിയ ഫൈനലിൽ അടിപിടിയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ലോക കിരീടത്തിന് പോലുള്ള ഒരു വലിയ പോരാട്ടത്തിൽ ഇങ്ങനെയൊരു പ്രകടനം മതിയോ എന്ന് അർജന്റീന ചോദിക്കേണ്ടതുണ്ട്. അതിനപ്പുറം പരഡേസിൻ്റെയൊക്കെ തന്നെ ഈ വില്ലത്തരം അത് ആരാധകർക്ക് കൂടുതൽ നാണക്കേടുണ്ടാക്കി തരുന്നതിനപ്പുറം ഒന്നുമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗാവിയെ തള്ളിയിടുന്നു, അതിനു മുമ്പ് എറിക് ഗാർസിയെ പിടിച്ച് തള്ളിയിടുന്ന കാഴ്ച കണ്ടു. പരഡേസ് രണ്ടാം പകുതിയിലാണ് വന്നത്. 5-ാം മിനിറ്റിൽ തന്നെ ആദ്യ ഫൗൾ കാഴ്ചവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം പല കുറി പരഡേസ് എങ്ങനെയോ കാർഡില്ലാതെ കടന്നു പോവുകയായിരുന്നു. അവസാനം ഇതിന് കാർഡ് എന്തായാലും ഇല്ലെങ്കിൽ നടപടി നേരിട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാർഡല്ലാതെ മറ്റൊരു കാര്യവും ഇതിനുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇതിന്മേൽ ഒരു നടപടി വരാനിരിക്കുന്ന മത്സരത്തിൽ അർജന്റീൻ താരത്തിന് നേരെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അങ്ങാടിയിൽ തോറ്റതിന് എന്നതിന് പറയുന്നത് പോലെ എന്തായാലും വലിയ നിരാശ തന്നെയാണ് അർജന്റീന താരങ്ങൾക്ക്. മത്സരത്തിലൊന്നും ഓർക്കാനില്ല. കൂടുതൽ ആരാധകർക്ക് നാണക്കേട് വാങ്ങിക്കൊടുക്കാൻ മാത്രമാണ്, അല്ലെങ്കിൽ ടീമിന് നാണക്കേട് വാങ്ങിക്കൊടുക്കാൻ മാത്രമാണ് പരഡേസിന്റെ ഇതുപോലുള്ള പ്രവർത്തികൾക്ക് സാധിക്കൂ എന്നുള്ളത് തന്നെ. എന്തായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടിന്റെ മത്സരമാണ്. കളിച്ചതോ ഇല്ല, കയ്യാങ്കളിയിലൂടെ അടിപിടി കൂടി ഒടുവിൽ കാർഡുകളും വാരിക്കൂട്ടിയാണ് അർജന്റീന താരങ്ങൾ മടങ്ങുന്നത്. അതേസമയം സ്പെയിൻ്റെ ഉദയം, സ്പെയിൻ്റെ കിരീടധാരണം അതുതന്നെയാണ് ഈ സമയത്തെ ഏറ്റവും വലിയ വാർത്ത. ഇനി 4 കൊല്ലം സ്പെയിനായിരിക്കും ചാമ്പ്യന്മാർ. അതിനിടെ മറ്റൊരു നേട്ടം കൂടി സ്പെയിൻ സ്വന്തമാക്കുന്നു. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഒരേ സമയം ചാമ്പ്യന്മാരാകുന്ന ആദ്യ ടീം, ഫുട്ബോളിൽ ചാമ്പ്യന്മാരാകുന്ന ആദ്യ ടീം എന്ന നേട്ടമാണ് ഇപ്പോൾ സ്പെയിൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അലക്സിയ പുട്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള സ്പെയിൻ്റെ വനിതാ ടീം ആദ്യം കിരീടം നേടിയതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ പുരുഷ ടീമും കിരീടം നേടുന്നു. ഇത് മറ്റൊരു യാദൃശ്ചികതയാവാം. 2008 ഇതുപോലെ യൂറോ ചാമ്പ്യന്മാരാകുന്നു. അതിനുശേഷം ലോക ചാമ്പ്യന്മാരാകുന്ന 2010 ലോക ചാമ്പ്യന്മാരായിരുന്നു സ്പെയിനെ കണ്ടു. അതുപോലെയാണ് 2024 യൂറോ കപ്പ് നേട്ടത്തിന് ശേഷം 2 വർഷത്തിനിപ്പുറം 2026 വീണ്ടും ലോക കിരീടം നേടുന്നു. അവരുടെ 2ാം ലോക കിരീടം നേടുന്ന സ്പെയിനെയാണ് കണ്ടത്. ഒരു കംപ്ലീറ്റ് ടീം മറ്റെല്ലാ ടീമുകളും ഇൻഡിവിജ്വൽ താരങ്ങളെ ആശ്രയിച്ച് മുന്നേറിയെങ്കിൽ സ്പെയിൻ അത് എന്നും ഒരു ടീമായിരുന്നു. ഇത്തവണയും അതിൽ മാറ്റമൊന്നുമില്ല. അവരുടെ സുവർണ്ണ തലമുറയൊക്കെ തന്നെ പടിയിറങ്ങിയെങ്കിൽ പോലും അതിനേക്കാൾ മിടുക്കരായ ഒരു പിടി യുവതാരങ്ങളുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ലിയോണൽ മെസ്സിക്ക് കണ്ണീർ മടക്കമെങ്കിൽ അപ്പുറത്ത് ലെമീൻ യമാൽ എന്ന താരത്തിന് തൻ്റെ 19ാം വയസ്സിൽ അങ്ങനെ ലോക കിരീടം സ്വന്തമാക്കുന്നു. കിലിയൻ എംബാപ്പയ്ക്ക് സമാനമായി അദ്ദേഹവും വളർന്നു വരുന്ന കാഴ്ച കാണുന്നു. എംബാപ്പയും ഇതുപോലെ അദ്ദേഹത്തിൻ്റെ 19ാം വയസ്സിൽ ആദ്യ ലോകകപ്പിൽ ഉജ്ജ്വല പ്രകടനം നടത്തി ലോകകപ്പ് നേടിയതാണ്. ഈ മത്സരത്തിൽ ലെമീൻ യമാലും അതുപോലെ സ്വന്തം അങ്ങനെ ഒരു നേട്ടം സ്വന്തമാക്കുന്നു. മെസ്സി റോണോ യുഗത്തിന് ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരങ്ങളാണ് കിലിയൻ എംബാപ്പയും ഒപ്പം തന്നെ ലെമീൻ യമാലും. അതിൽ കിലിയൻ എംബാപ്പെ നേരത്തെ തന്നെ ലോക കിരീടം നേടി അതിന് അടിവരയിട്ടിരുന്നു. ഇനി ലെമീൻ യമാലിന് കൂടി അത് അവകാശപ്പെടാനുണ്ട്. ആ കിരീടം അല്ലെങ്കിൽ ലോക ചാമ്പ്യനായത് ആ ഒരു നേട്ടം വേറെ തന്നെയാണ്. റോഡ്രി അടക്കമുള്ള താരങ്ങൾക്ക് ഇനി
എന്തായാലും ഇതിനപ്പുറം ഒന്നും വേണ്ട എന്നുള്ളത് തന്നെയാണ്. ബലന്തോറും ചാമ്പ്യൻസ് ലീഗും ഒപ്പം തന്നെ ലോക കിരീടവും നേടുന്ന 11ാമത്തെ താരമായി മാറുന്ന റോഡ്രിയെയും നമുക്ക് കാണാം. ക്യാപ്റ്റനായി സ്പെയിനായി ലോക കിരീടം നേടുന്ന 2ാമത്തെ ക്യാപ്റ്റൻ, ആദ്യത്തെ ക്യാപ്റ്റൻ ഐക്കർ കസിയാസ് ആണ്. അതിനുശേഷം ഇപ്പോൾ 2ാമതായി ഇപ്പോൾ റോഡ്രി വരുന്നു എന്നതാണ്. ഈ ടൂർണമെൻറ്റിലുടനീളം ബാഴ്സ താരങ്ങളുടെ വലിയ കരുത്ത് അല്ലെങ്കിൽ അവരുടെ കുതിപ്പൊക്കെ തന്നെ സ്പെയിൻ്റെ ഈ ഒരു പ്രകടനത്തിൽ നിർണായകമായിരുന്നു. പക്ഷേ റോഡ്രി എന്ന താരം, അത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആ താരം അദ്ദേഹത്തിൻ്റെ പ്രൈം കഴിഞ്ഞു എന്ന തരത്തിലൊക്കെ തന്നെ പല തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ടായിരുന്നു. പക്ഷേ റോഡ്രി ഈ ടൂർണമെൻറ്റിൽ കാഴ്ചവെച്ച പ്രകടനം അത് അത്യുഗ്രൻ പ്രകടനം എന്നേ പറയാനുള്ളൂ. കാരണം കഴിഞ്ഞ മത്സരത്തിൽ സ്പെയിനെ എംബാപ്പയൊക്കെ പിടിച്ചു കിട്ടി. ഈ മത്സരത്തിൽ അർജന്റീനയൻ താരങ്ങളെ ലിയോണൽ മെസ്സിയോടൊക്കെ തന്നെ പിടിച്ചു കെട്ടിയാണ് അങ്ങനെ ലാ റോജകൾ, റോഡ്രി അടക്കമുള്ള റോഡ്രിയുടെ ടീം, ആ ഡ്രീം ടീം അങ്ങനെ കിരീടം സ്വന്തമാക്കുന്നത്. സ്പെയിൻ അങ്ങനെ ലോക ചാമ്പ്യന്മാരായി മാറുന്ന കാഴ്ച കാണുന്നു. അർജന്റീനയ്ക്ക് കണ്ണീർ മടക്കമാണ്. മെസ്സിക്ക് മറ്റൊരു ലോക കിരീടം നേടി മടങ്ങാമെന്ന് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അതുണ്ടായില്ല. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലാണ് ലമീൻ യമാലിന് എല്ലാ സന്തോഷവും നേരുന്നു, അല്ലെങ്കിൽ എല്ലാ വിജയാശംസകൾ നേരുന്നു, പക്ഷേ ലോകകപ്പ് അത് തങ്ങൾ തന്നെ നേടുമെന്നായിരുന്നു ലിയോണൽ മെസ്സിയുടെ പ്രഖ്യാപനം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഉണ്ടാവുന്നില്ല. സ്പാനിഷ് നിര തന്നെയാണ് ഏറ്റവും മികച്ച ടീം, അവർ തന്നെയാണ് ഡിസർവിംഗ് വിന്നേഴ്സ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ എക്സ്ട്രാ ടൈമിലെ ഗോളിൽ 106ാം മിനിറ്റിൽ നേടിയ ആ ഗോളിൽ അങ്ങനെ മെസ്സിപ്പടയെ പൂട്ടി സ്പാനിഷ് ടീം കിരീട നേട്ടം സ്വന്തമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സ്പെയിൻ്റെ കിരീടധാരണം മികച്ച യുവതാരമായി കുബാർസി മാറുന്നുണ്ട്. ഈ കുബാർസിയുടെ പ്രകടനം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്, അല്ലേ അക്ഷയ്? അല്ല, അത് തന്നെയാണ് സ്പെയിൻ്റെ പ്രതിരോധമായിരുന്നു അവരുടെ ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ കരുത്ത്. പാവ് കുബാർസിയും അതോടൊപ്പം ലപ്പോർട്ടയും ചേർന്ന സെൻട്രൽ ബാക്കിലെ 2 പേർ, അതോടൊപ്പം കുക്കുറേയ, മറുവശത്ത് പെഡ്രോ പോറോ, ഏറ്റവും മുന്നിൽ അവരുടെ റോഡ്രി, അവരുടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോഡ്രി. അതിനുള്ള അർഹിച്ച അംഗീകാരം തന്നെയാണ് ഈ ഗോൾഡൻ ബോൾ പുരസ്കാരം റോഡ്രി കിട്ടി. അങ്ങനെ സ്പെയിൻ്റെ പ്രതിരോധമായിരുന്നു അവരുടെ ഏറ്റവും വലിയ കരുത്ത്. കൃത്യസമയത്ത് ഗോളുകൾ അടിച്ചു. അത് അവരുടെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഗോൾ അടിക്കാൻ മികച്ച സ്ട്രൈക്കർമാർ, നല്ലൊരു സ്ട്രൈക്കർ ഇല്ലെന്നായിരുന്നു സ്പെയിൻ്റെ ഏക ഒരു പോരായ്മ. പക്ഷേ കൃത്യസമയത്ത് ഇന്ന് ഇത് ഫെറാൻ ടോറസ് അടിച്ചു. ഇതിനു മുമ്പ് 2 തവണ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയ മൈക്കിൾ മൊറീനോ ഗോൾ അടിച്ചു. അങ്ങനെ വേണ്ട സമയത്ത് ഗോളുകൾ എത്തിക്കൊണ്ടിരുന്നു. ഒരു ടീം ഗെയിം എന്ന നിലയിൽ സ്പെയിൻ കൃത്യമായി തന്നെ കളിച്ചു. അർജന്റീനയുടെ കാര്യം, അർജന്റീന പാടെ മറന്ന ഫൈനൽ, ഒരു അർജന്റീന പാടെ നിറം മങ്ങിപ്പോയ ഒരു മത്സരമായിരുന്നു ഇന്ന് കണ്ടത്. പ്രത്യേകിച്ച് ഇതിന് ഈ ലോക റാങ്കിങ് വന്ന ശേഷം 1ാം റാങ്കിൻ്റെ തലപ്പൊക്കവുമായി ലോകകപ്പിന് എത്തിയവർ ഇതുവരെ കിരീടം നേടിയിട്ടില്ല. ആ ചരിത്രം അർജന്റീനയും അതേപോലെ തന്നെ നിലനിർത്തി. ലോകകപ്പിനെത്തുമ്പോൾ 1ാം റാങ്കിലായിരുന്നു അർജന്റീന, പക്ഷേ കിരീടം അടിയറ വെക്കുന്നു. 2022 ലൂസൈലിൽ ലിയോണൽ മെസ്സിയും സംഘവും നേടിയ കിരീടം ഇത്തവണ ലാ റോജകൾക്ക് മുന്നിൽ, സ്പെയിനിന് മുന്നിൽ അടിയറവ് വെച്ചുകൊണ്ട് പടിയിറങ്ങുകയാണ് മെസ്സി. സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു. പക്ഷേ കഴിഞ്ഞ തവണ ഒരു കിരീടം നേടിയതാണ്. ലിയോണൽ മെസ്സിക്ക് കഴിഞ്ഞ തവണത്തെ ആ സങ്കടമല്ല, മെസ്സി കണ്ണീരണിയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ. ഒരുപക്ഷെ ആ കണ്ണീർ എന്തിൻ്റെയെങ്കിലും സൂചനയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവരുത് എന്ന് മാത്രമായിരിക്കും എല്ലാ അർജന്റീന ആരാധകരും പറയുന്നുണ്ടാവുക. കാരണം ലിയോണൽ മെസ്സിക്ക് 39 വയസ്സായി, ഇനിയൊന്നും തെളിയിക്കാനില്ല. ലോക കിരീടം നേടി ഫുട്ബോളിൽ എല്ലാം നേടി നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു നേട്ടം ഒന്നുകൂടി മനോഹരമാകുമായിരുന്നത് ഒരു പക്ഷേ ഈ 2ാം കിരീടം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് മെസ്സി ഇന്ന് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ നേടേണ്ടതെല്ലാം നേടി, ഈ കളിയുടെ റിസൾട്ട് എന്ത് തന്നെയായാലും നമ്മൾ ടീം എന്ന നിലയിൽ തെളിയിച്ചു എന്ന് മെസ്സി തുറന്നൊരു കത്ത് സഹതാരങ്ങൾക്കും ആരാധകർക്കുമായി എഴുതിയിരുന്നു. അപ്പോൾ അതൊരു സൂചനയാണോ എന്ന് മനസ്സിലാക്കുന്നു. അർജന്റീനയുടെ എക്കാലത്തെയും മികച്ച താരം, എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ എന്നൊക്കെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറഡോണയോട് തുല്യം നിൽക്കാൻ തന്നെ ആ ഒരു കേപ്പബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്തരം റെക്കോർഡുകളും അല്ലെങ്കിൽ എല്ലാ തരത്തിലും കളിമികവും കൊണ്ടും ഒക്കെ തന്നെ പറയേണ്ട ഒരു താരം തന്നെയാണ് ലിയോണൽ മെസ്സി. അത് പക്ഷേ മറഡോണയേക്കാൾ മുകളിലേക്ക് പോകുമായിരുന്നു, അദ്ദേഹത്തിന് ഈ ലോക കിരീടം കൂടി നേടുമായിരുന്നുവെങ്കിൽ. പക്ഷേ അതുണ്ടാവുന്നില്ല. പക്ഷേ മെസ്സിയുടെ തലയുയർത്തി തന്നെയാണ് മടക്കം. 39ാം വയസ്സിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം ഒരുപക്ഷെ മെസ്സിയെ ചുറ്റിപ്പറ്റി കളിച്ചതാണ് അർജന്റീനയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവ്. അതിന് വലിയ വിലയും കൊടുക്കേണ്ടി വന്നു. മെസ്സിയെ പൂട്ടിയതോടുകൂടി അങ്ങനെ അർജന്റീന വീണു പോകുന്ന കാഴ്ച കണ്ടു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, എന്തായാലും സ്പെയിൻ 23ാം ലോകകപ്പിൽ ചാമ്പ്യന്മാരായി മാറുന്നു. അർജന്റീനയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ലാ റോജകൾ കിരീടം സ്വന്തമാക്കുന്നു. 2010 ശേഷം ഒരു കിരീടം, അങ്ങനെ കളിച്ച 2 ഫൈനലിലും കിരീടം നേടിയ നേട്ടം കൂടി സ്വന്തമാക്കിയാണ് അവർ മടങ്ങുന്നത്. അപ്പോൾ നമുക്കും മടക്കത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഗോൾക്കാനോ അത് ഒരു 1.5 മാസം നീണ്ടു നിൽക്കുന്ന വലിയ യാത്രയായിരുന്നു. അപ്പോൾ അതിന് സമാപനം കുറിക്കേണ്ട സമയം കൂടി എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഈ ടീമിന് വേണ്ടിയും പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടിയും ഒക്കെ തന്നെ നന്ദി പറയുന്നു.
നീണ്ട നിര തന്നെയുണ്ട്. മുഹമ്മദ് ജുബൈറും ഒപ്പം തന്നെ മൂസിൻ സിസിയും അടക്കം, അല്ലെങ്കിൽ റഹീസ് അടക്കം, മുഹമ്മദ് ബിൻഷ അടക്കം, റിഞ്ചിലടക്കം, അങ്ങനെ ഒരുപാട് പേർ ഈ ടീമിൻ്റെ ഭാഗമായി. ഇല്ലെങ്കിൽ ദില്ലാമധു അടക്കം വിട്ടുപോയ ആളുകൾക്ക് പെട്ടെന്ന് ഉറക്കച്ചടവിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദില്ലാമധു അടക്കം, പ്രജിൻ സി കണ്ണൻ അടക്കം, ഗോകുൽ രവി അടക്കം, അങ്ങനെ ഒരു പിടി ആളുകൾ ഈ ലോകകപ്പ് ടീമിൻ്റെ ഭാഗമായി. പല ഘട്ടങ്ങളിൽ നമ്മൾ എല്ലാ തരത്തിലും വാർത്തകളൊക്കെ തന്നെ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒട്ടും കുറവില്ലാതെ ഏറ്റവും ആവേശകരമായി തന്നെ എത്തിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഈ ഫൈനൽ ദിവസത്തിലും ഒട്ടും നിരാശപ്പെടുത്തിയില്ല എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ പുലർച്ചെയാണ്, ആ നിമിഷത്തിലും ഏറ്റവും നന്നായി തന്നെ നൽകുന്നു. അപ്പോൾ സ്പെയിൻ്റെ ലോക കിരീട നേട്ടത്തോടുകൂടി ഗോൾഗാനോയ്ക്കും ഒരു എൻഡ് വരികയാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകർക്ക് ഇതുവരെയുള്ള എല്ലാ പിന്തുണയ്ക്കും നന്ദി. ഗോൾഗാനോയ്ക്കും സമാപനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.